ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സോ ആഫ്റ്റർ എ ലോങ് ഗ്യാപ്പ് ഞാൻ ഇന്നൊരു ഡോക്യുമെൻ്ററി എന്ന് പറയണോ, അതൊരു ഡോക്യുമെൻ്ററി എന്നൊക്കെ പറയുമ്പോഴത്തേന് ഇതൊരു ടു hours ഉള്ളൊരു മൂവി പോലെ തന്നെ ആയിരുന്നു. ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു, പാട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഡോക്യുമെൻ്ററി എന്ന് വിളിക്കണോ മൂവി എന്ന് വിളിക്കണോ എന്ന് എനിക്ക് ഐഡിയ ഇല്ല. എന്തായാലും ദ ഗ്രീൻ അലേർട്ട് എന്ന മൂവി കണ്ടതിന് ശേഷമാണ് നിങ്ങൾക്ക് അടുത്ത ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ മൂവി കണ്ട് ജസ്റ്റ് ഇറങ്ങി, മൂവി കണ്ട് ആഹാരം കഴിച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. സോ കുറച്ച് ടാനൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് ഫേസ്, നാട്ടിൽ വന്നിട്ട്. സോ ഇപ്രാവശ്യം ചെന്നൈയിൽ നിന്ന് നാട്ടിൽ വന്നപ്പം പറയാനുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ഒരു കാര്യം തന്നെയാണ് ഉറപ്പായിട്ടും ഈ ഒരു മൂവി കാണാൻ സാധിച്ചത്. ഉറപ്പായിട്ടും അപ്പോൾ കുര്യൻ ഫൗണ്ടേഷൻ്റെ മൂവിയാണ് നമ്മുടെ ദ ഗ്രീൻ അലേർട്ട് എന്ന മൂവി. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി കാണുന്നത്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്ന് പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറം നിൽക്കുന്ന ഒരു മൂവിയായിരുന്നു ഇത്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. തുളസിദാസാണ് ഈ ഒരു മൂവിയുടെ ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ മകൻ ആനന്ദ് തുളസിദാസ് ആണ് ഇതിൻ്റെ ഗാനങ്ങളൊക്കെ പാടിയിരിക്കുന്നത്. നന്നായിട്ട് പാടിയിട്ടുണ്ട്, സൗണ്ടൊക്കെ ആണെങ്കിലും. അപ്പം മാവേലിക്കര സാൻഡ്രയിലാണ് ഞാൻ മൂവി കണ്ടിറങ്ങിയത്. ഇതിൽ പറയുകയാണെങ്കിൽ ദ ഗ്രീൻ അലേർട്ട് നമ്മൾ കേൾക്കുന്ന പോലെ തന്നെ ഒരു എൻവയോൺമെൻറ്റൽ അവയർനെസ് മൂവിയാണ്. ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു ഇത് കുട്ടികളൊക്കെ ആണെങ്കിലും എല്ലാ മനുഷ്യരും കണ്ടിരിക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. അതിൻ്റെ ആ ഒരു പ്രസൻറ്റേഷൻ ഈസ് വെരി ഡിഫറെൻ്റ് ആൻഡ് വെരി യൂണീക്ക് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പിന്നെ എൻ്റെ ഏറെ പ്രിയപ്പെട്ട മർത്തോമ കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഫസർ ആനിക്കോശി മിസ് എൻ്റെ പ്രൊഫസറാണ് ഇംഗ്ലീഷ്. അപ്പം മാം ഇതിൽ ഒരു ആക്ട്രസ് ആയിരുന്നു. അപ്പം മാമിൻ്റെ ഇൻവിറ്റേഷൻ കിട്ടിയാണ് ഞാൻ സിനിമ കാണാനായിട്ട് ചെന്നതെന്ന്. പിന്നെന്താണ്, ഇതിൽ ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഓരോ നോട്ട്സ് ആയിട്ട് ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെ പറയണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് ആക്ച്വലി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എടുത്തു പറയേണ്ടതാണ്. അതിലേറ്റവും മ്യൂസിക് അതിൻ്റെ ഒരു എന്താ പറയുക, ഏറ്റവും പരമമായ അവസ്ഥ ആ ഒരു കോഡ് സീനുണ്ട്. ആ കോഡ് സീൻ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ വേറെ ലെവലായിരുന്നു കേട്ടോ. മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകൾ എക്സെപ്ഷണൽ ആണ്. നിങ്ങളിത് കണ്ട് ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് ഗ്രീൻ അലേർട്ടിൻ്റെ റിലീസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണണം, മിസ് ചെയ്യരുത്. ഞാൻ പറ്റുമെങ്കിൽ എൻ്റെ ചാനലിൽ കൂടെ അപ്ഡേറ്റ് തരാം. പറ്റുമെങ്കിലല്ലേ, ഞാൻ ഉറപ്പായിട്ടും തരാം. അപ്പോൾ ഇതിൽ നമ്മുടെ ഗ്രേറ്റ തുൻബർഗിനെയും അതുപോലെ തന്നെ വെനിസ നെക്കാർട്ടയും ഒക്കെ വരുന്നുണ്ട് ഈ മൂവിയിൽ. വെനിസ നെക്കാർട്ടെ ക്ലൈമറ്റ് ആക്ടിവിസ്റ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ഏറ്റവും അവസാനം പ്ലാസ്റ്റിക്കിനെതിരായിട്ടും പിന്നെ വേസ്റ്റ് ഡിസ്പോസലിനെതിരായിട്ടും ഒക്കെ നല്ല നല്ല ആശയങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിത് അതേപോലെ അങ്ങ് പറയുന്നില്ല, നിങ്ങൾ പോയി കണ്ട് മനസ്സിലാക്കുക. ഗാന്ധിജിയും വിവേകാനന്ദനും ഒക്കെ വരുന്നുണ്ട്. ജോൺ മൂയർ ഇതിനകത്തൊരു ഒരു കേന്ദ്ര കഥാപാത്രം, ഒരു കണക്റ്റിംഗ് ത്രെഡായിരുന്നു ആക്ച്വലി. പിന്നെ തുടക്കത്തിലെ സോക്രട്ടീസ് വരുന്നുണ്ട്. പിന്നെ ഇതിൽ പറയുന്ന മൗണ്ടൻസ് ആർ കാളിങ് മീ എന്ന് പറയുന്നുണ്ട് കേട്ടോ. വെള്ളത്തിന് വേണ്ടിയിട്ടൊക്കെ വായുവിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള പിടിവലി കാണുമ്പോൾ ശരിക്കും ഭീതിജനകമാണ് കേട്ടോ. അത് ശരിക്കും പല മൊമെൻറ്റിലും ഞാൻ കരയുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മാം അഭിനയിച്ച പോർഷനൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇമോഷണലായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ പോയിന്റ്സ് എഴുതി വെച്ചിട്ടുണ്ട്, ഒത്തിരി എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ദൈവം നമ്മളെ നോക്കാനായി ഏൽപ്പിച്ചതെന്ന് പറയുന്നുണ്ട് ഇതിൽ. പ്രകൃതിയുടെ കാവൽക്കാരാണ് നമ്മളെന്ന് പറയുന്നുണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞ ജോൺ മൂയർ എന്ന് പറയുന്ന നാഷണൽ പാർക്കിൻ്റെ ഓണറാണ് കേട്ടോ അദ്ദേഹം. ഈ പ്രകൃതിയും വൈൽഡ്നെസ്സും ഒക്കെ ലക്ഷറി അല്ല, പക്ഷെ നമുക്ക് ഏറ്റവും വേണ്ട ബേസിക് നീഡ്സ് ആണ് എന്ന് അതിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. ഞാൻ തുടക്കത്തിലൊക്കെ കുറച്ച് പോയിന്റ്സ് ഒക്കെ ഇങ്ങനെ എഴുതി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഗ്രാജുവലി അതിൽ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഇൻവോൾവ് ആയിപ്പോയി. ഞാൻ നോട്ട്സ് പോയിന്റൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്യാൻ തന്നെ മറന്നുപോയി. അപ്പോൾ എനിവേയ്സ് ദ ഗ്രീൻ അലേർട്ടിന് ഞാൻ വളരെ വലിയൊരു വിജയം ആശംസിക്കുന്നു. പിന്നെ എനിക്ക് വേറെ പരിചയമുള്ള ഒരു മോളുണ്ട്, ആര്യ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങളുടെ ബോബി അവഗാമ സാറിങ്ങനെ അവാർഡ് വിന്നിങ് പ്രൊഡ്യൂസറൊക്കെയാണ്. അപ്പോൾ സാറിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും ഒക്കെ ആയിട്ട് വർക്ക്ഷോപ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കണ്ട് മുട്ടിയ ധാരാളം കുട്ടികൾ, യങ് ടാലൻസ്, നാടകത്തിൽ അഭിനയം കാഴ്ചവെക്കുന്ന ധാരാളം ആൾക്കാർ, അങ്ങനെ ഒത്തിരി 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 പ്രതിഭാധാരികളായ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ സാധിച്ചു. ശരിക്കും ഫസ്റ്റ് ഷോ ഇതിൽ അഭിനയിച്ച കാസ്റ്റ് ആൻഡ് ക്രൂസിൻ്റെ കൂടെ ഇരുന്ന് ഈ മൂവി കാണുക എന്ന് പറയുന്നത് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് അവരുടെയൊക്കെ സന്തോഷത്തിൽ പങ്കുചേരാൻ സാധിച്ചു. ഇതിൽ അഭിനയിച്ചവരെയൊക്കെ എക്സെപ്ഷണൽ അഭിനയമായിരുന്നു കേട്ടോ, ഞാൻ അത് പറയാണ്. അപ്പം അങ്ങനെ നമ്മൾ സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞ് പിന്നെ അവരെ അടുത്ത സെക്കൻഡ് നമ്മളവരെ ശരിക്കും ഒറിജിനലി കാണുമ്പോൾ ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി. ഞാൻ എല്ലാവരെയും ചേർത്ത് പിടിച്ച് എൻ്റെ നല്ല വാക്കുകളൊക്കെ അറിയിച്ചു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ റിവ്യൂ കാണുന്ന ഓരോരുത്തരും കഴിയുമെങ്കിൽ നിങ്ങൾ പോയി കാണുക. ദുരന്തരൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഇങ്ങനത്തെ വയലന്റ് മൂവീസ് മാത്രമല്ല, ഇതുപോലത്തെ കണ്ടന്റ് ഞാൻ കണ്ടില്ല കേട്ടോ. ദുരന്തർ കണ്ടന്റ്സ് കൊടുക്കുന്നതും ഒരു എന്താ പറയുക, ഹെവി വിഷയങ്ങൾ മാറ്റർ ആവുന്ന ഫിലിംസും കൂടെ നിങ്ങൾ കാണണം, പ്രൊമോട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു വലിയ അഭിപ്രായം. അപ്പം ഞാൻ ആക്ച്വലി ഇന്ന് ഭയങ്കര ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഡേ ആണ് കേട്ടോ. ഇന്ന് ആക്ച്വലി April 1 ആണ്. അപ്പോൾ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ഡേ ആണ്. കാരണം ഇത്രയും നല്ലൊരു സിനിമ എനിക്ക് കാണാൻ സാധിച്ചു. പിന്നെന്താ, അങ്ങനെ പിന്നെ അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ക്യാരക്ടറെ എൻ്റെ പ്രിയപ്പെട്ട മാമും അതിൽ ഭാഗമായി എന്നും എന്നെ ഒത്തിരി സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ കുറേ ആയി നമ്മളിപ്പോൾ ഫിലിം റിവ്യൂസൊക്കെ ഇട്ടിട്ടല്ലേ. ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ അതിൽ നിന്നൊക്കെ ഒരു ചെറിയൊരു ബ്രേക്കാണ്. ഇപ്പം വായനയാണ് കൂടുതലും നിങ്ങളോട് പറഞ്ഞിരുന്നു. ബുക്സിൻ്റെ റിവ്യൂ ഞാൻ ഇടാം, വായിക്കുന്ന ബുക്സിൻ്റെ റിവ്യൂ ഞാൻ ഇടാം. അപ്പം മറ്റൊരു മൂവി റിവ്യൂമായിട്ട് ഞാൻ എത്ര ആക്റ്റീവായിട്ട് വരും എന്നെനിക്ക് അറിയില്ല. ബട്ട് ഇതുപോലെയൊക്കെ നല്ല കണ്ടൻസും നല്ല കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം ഈ സിനിമയ്ക്ക് ദ ഗ്രീൻ അലേർട്ട് എന്നുള്ള ഈ ഒരു മൂവി, ഇനിയിപ്പം ഡോക്യുമെൻ്ററി എന്നാണ് അതിൽ പറയുന്നത്, പക്ഷെ എനിക്കതൊരു മൂവി ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. ബിക്കോസ് ഓഫ് ദ ടൈം ലെങ്ത്, ബിക്കോസ് ഓഫ് ഇൻ്റർവെൽ എന്നൊക്കെ ഇടയ്ക്ക് എഴുതി കാണിച്ചു, പിന്നെ പാട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് എനിക്കൊരു മൂവി ഇഫക്റ്റാണ്. കണ്ടിറങ്ങിയ ഓരോ ആളും അങ്ങനെയാണ് ഇതൊരു മൂവി പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ എല്ലാവിധ ആശംസകളും ഇതിൽ അഭിനയിച്ചവർക്കെല്ലാം. വേറൊരു കാര്യം, ഉറപ്പായിട്ടും ഒത്തിരി അനവധി അവാർഡുകൾ വാരി കൂട്ടാൻ പോകുന്ന ഒരു മൂവിയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ബെസ്റ്റായിട്ടുള്ള അഭിനയത്തിനുള്ള അവാർഡ്, പിന്നെ മ്യൂസിക്കിനുള്ള അവാർഡ്, ഇങ്ങനെ പല രീതിയിലുള്ള അവാർഡുകളൊക്കെ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ എൻ്റെ ആശംസകൾ നേരുകയാണ്. നന്ദി, നമസ്കാരം.